Hello everyone, today we have to discuss a small topic, harmonic oscillator wave function. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർമോണിക് ഓസിലേറ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അവിടുന്ന് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനും അതുപോലെ തന്നെ എനർജി ഐഗൻ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചു, പ്രോബബിലിറ്റിയുടെ ഇക്വേഷനൊക്കെ കണ്ടുപിടിച്ചു. ഇന്ന് വേവ് ഫംഗ്ഷൻ എന്നുള്ളൊരു ചെറിയ ടോപ്പിക്ക് മാത്രമാണ് എടുക്കുന്നത്. എന്തായിരുന്നു ഷ്രോഡിഞ്ചർ ഇക്വേഷന്? d²/dy² പ്ലസ് ലാംഡ മൈനസ് y² ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0. അങ്ങനെ അവിടെ നമ്മൾ കണ്ടു ലാംഡ എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു 2n+1 ആണ്. എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്രയാണ് വരുന്നത്. ഇപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 2n+1 ആയതുകൊണ്ട് തന്നെ ഓരോ n വാല്യൂവിനും ഓരോ വേവ് ഫംഗ്ഷൻ കിട്ടും നമുക്ക്. അതായത് n വേവ് ഫംഗ്ഷൻസ് ഇവിടുന്ന് നമുക്ക് കിട്ടും. സോ ജനറലൈസ് ചെയ്തിട്ട് ഈ സൊല്യൂഷനായിട്ടുള്ള വേവ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? Psi n is equal to alpha divided by pi raised to 1 by 2, 2 raised to n factorial, all raised to 1 by 2, hn of y e raised to minus y² by 2 എന്ന് എഴുതാം. ഇതിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 11 കൊടുത്തു. ഇതിൽ ആൽഫ എന്താണ്? റൂട്ട് ഓഫ് എം ഒമേഗ ബൈ എച്ച് കട്ട് സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ എടുത്തിരുന്നു ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ഒമേഗ ബൈ എച്ച് കട്ട് സ്ക്വയർ. അപ്പോൾ ആൽഫ എന്തായിരിക്കും? റൂട്ട് ഓഫ് എം ഒമേഗ ബൈ എച്ച് കട്ടാണ്. ആൻഡ് hn ഓഫ് y ഇസ് ദ ഹെർമൈറ്റ് പോളിനോമിയൽ. ഹെർമൈറ്റ് പോളിനോമിയൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അത് MSc ക്ലാസ്സുകളിലാണ് വരുന്നത്. എങ്കിലും ഹെർമൈറ്റ് പോളിനോമിയൽ ആണ്. അതുപോലെ തന്നെ എന്നിൻ്റെ കുറച്ച് വാല്യൂസിന് ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ വാല്യൂ എന്താണ് വരിക എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ നോക്കിയിരുന്നാൽ മതി. ഇനി ഇക്വേഷൻ നമ്പർ 11 RHS ഫസ്റ്റ് ടേമില്ലേ, അതായത് ആൽഫ ഡിവൈഡഡ് ബൈ പൈ റേസ് ടു 1 by 2, 2 raised to n ഫാക്ടോറിയൽ ഓൾ റേസ് ടു 1 by 2. ഈ ഒരു ടേമാണ് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. പിന്നെ അതിൽ വരുന്ന hn ഓഫ് y e raised to minus y² by 2, ആ ഒരു ടേമാണ് അതിൻ്റെ വേവ് ഫംഗ്ഷൻ. നമുക്കറിയാം ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റും പിന്നെ വേവ് ഫംഗ്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്താണ്? ആൽഫ ഡിവൈഡഡ് ബൈ പൈ റേസ് ടു 1 by 2, 2 raised to n factorial all raised to 1 by 2 ആണ്. ആൻഡ് വേവ് ഫംഗ്ഷൻ hn ഓഫ് y ഇൻറ്റു e raised to minus y² by 2. ഇനി കുറച്ച് വാല്യൂസിനുള്ള ഹെർമൈറ്റ് പോളിനോമിയൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് n ഈക്വൽ ടു 0 ആകുമ്പോൾ hn ഓഫ് y എന്താണ് വരിക? 1 ആണ് വരിക. ഇനി n 0 എന്ന് പറയുമ്പോൾ ലാംഡ എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് en ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹാഫ് hν ആയിരിക്കും. കാരണം എനർജിയുടെ ഇക്വേഷൻ എന്താണ്? n പ്ലസ് ഹാഫ് hν ആണ്. n 0 കൊടുത്താൽ ഹാഫ് hν എന്ന് വരും. ഇനി n 1 ആകുമ്പോൾ ഹെർമൈറ്റ് പോളിനോമിയൽ എന്താണ്? 2y ആണ്. ആൻഡ് ലാംഡ 3, en ഇസ് ഈക്വൽ ടു 3/2 hν. എന്നിൻ്റെ ഇക്വേഷനിൽ n 1 കൊടുക്കുക. ഇനി n 2 ആകുമ്പോൾ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ഇക്വേഷൻ എന്താ വരിക? 4y² - 2 ആണ്. ആൻഡ് ലാംഡ 5 ആണ് വരിക. en 5/2 hν ആണ് വരിക. n ഇസ് ഈക്വൽ ടു 3 വരുമ്പോൾ ഹെർമൈറ്റ് പോളിനോമിയൽ എന്താ വരിക? 8y³ - 12y, ലാംഡ 7 എന്ന് വരും. എനർജി 7/2 hν. ഇനി n ഇസ് ഈക്വൽ ടു 4 ആകുമ്പോൾ ഹെർമൈറ്റ് പോളിനോമിയൽ 16y raised to 4 minus 48y² plus 12 എന്നാണ് വരിക. ലാംഡ 9 വരും. എനർജി 9/2 hν എന്ന് വരും. n ഈക്വൽ ടു 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താ വരിക? Psi 0 ഓഫ് y ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ പൈ റേസ് ടു 1 by 2, 2 raised to n ഫാക്ടോറിയൽ ഓൾ റേസ് ടു 1 by 2, h0 ഓഫ് y e raised to minus y² by 2. ഇനി ഇതിൽ n ഉള്ളിടത്ത് 0 കൊടുക്കണം. അപ്പോൾ 2 raised to 0 വരുമ്പോൾ ഡിനോമിനേറ്ററിൽ അത് 1 ആകും. അതുപോലെ തന്നെ 0 ഫാക്ടോറിയലും 1 ആണ്. സോ ആ ഒരു നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്തേ വരുള്ളൂ? ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് പൈ ഓൾ റേസ് ടു 1 by 2. ഇനി h0 ഓഫ് y എന്താണെന്ന് നമുക്കറിയാം, 1 ആണെന്ന് അറിയാം. സോ n ഈക്വൽ ടു 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എന്താണ് വരിക? Psi 0 ഓഫ് y ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് പൈ ഓൾ റേസ് ടു 1 by 2, e raised to minus y² by 2 എന്ന് വരും. നമ്മൾ നേരത്തെ എന്തെടുത്തിരുന്നു? y ഇസ് ഈക്വൽ ടു ആൽഫ എക്സ് എന്നെടുത്തിരുന്നു. സോ ഇവിടെ y ഉള്ളിടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആൽഫ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ Psi 0 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എന്ന് വരും? ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് പൈ ഓൾ റേസ് ടു 1 by 2, e raised to minus alpha² x² ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇനി നമ്മൾ വേവ് ഫംഗ്ഷനും അതുപോലെ തന്നെ പ്രോബബിലിറ്റിയും പ്ലോട്ട് ചെയ്തതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോബബിലിറ്റി പ്ലോട്ട് ചെയ്തതിൽ ഈ ഡോട്ടഡ് ലൈൻസ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ക്ലാസിക്കലിൽ എങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
സോ ആ ഫിഗറിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്വാണ്ടം മെക്കാനിക്കൽ ഓസിലേറ്ററിൻ്റെയും അതുപോലെ തന്നെ ക്ലാസിക്കൽ ഓസിലേറ്ററിൻ്റെയും ബിഹേവിയർ ഓപ്പോസിറ്റാണ്. കാരണം ക്ലാസിക്കലിൽ ഉള്ള ഇതിൻ്റെ ഓപ്പോസിറ്റിലാണ് ക്വാണ്ടം മെക്കാനിക്കൽ ഓസിലേറ്ററിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് 5 വേവ്സും കൂടി ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. അതായത് n is equal to 1 ആണ് ഈ ഫസ്റ്റ് കാണുന്ന വേവ്, ആൻഡ് സെക്കൻഡ് കാണുന്നത് n is equal to 2 ആണ്, തേർഡിൽ കാണുന്നത് n is equal to 3 വരുമ്പോൾ n is equal to 4 ആണ് ഈ ഫോർത്തായിട്ട് കാണുന്നത്. സോ എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഫിക്സ്ഡ് റേഞ്ച് x is equal to a മൈനസ് എ മുതൽ x is equal to പ്ലസ് എ വരെയുള്ള ആ ഒരു റേഞ്ചിൽ വേവിൻ്റെ ബിഹേവിയറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി n is equal to 10 എടുത്താൽ ഉള്ള ഫിഗറാണ് ഈ ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഓസിലേറ്ററിൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ അത് ക്ലാസിക്കൽ ഓസിലേറ്ററുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. ഈ ക്ലാസിക്കൽ ഓസിലേറ്ററിൻ്റെ പ്രൊബബിലിറ്റിയാണ് ഈ ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത് ഏതാണ്? ക്വാണ്ടം മെക്കാനിക്കൽ ഓസിലേറ്ററിൻ്റെ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. സോ അതിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോൾ അത് ക്ലാസിക്കൽ ഓസിലേറ്ററുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷനാണ്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണ് വരുന്നത്? സൈൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സൈൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ പൈ റേസ് ടു 1/2 2 റേസ് ടു n ഫാക്ടോറിയൽ ഓൾ റേസ് ടു 1/2 hn ഓഫ് y e റേസ് ടു മൈനസ് y സ്ക്വയർ ബൈ 2. പിന്നെ hn ഓഫ് വൈൻ്റെ കുറച്ച് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ വേർ ദ വേവ് ഫംഗ്ഷൻ ഈസ് m omega square divided by pi h cut all raised to 1/4 e raised to minus m omega square by 2h cut. Given that integral 0 to infinity t raised to 1/2 e raised to minus t dt is equal to root pi by 2. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പിന്നെ ഒരു ജനറൽ ഇൻ്റഗ്രലിൻ്റെ സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് കിട്ടുന്ന ആ ഇൻ്റഗ്രലിനെ ഈ ജനറൽ സൊല്യൂഷനിലേക്ക് മാറ്റിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വി അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളതിനുള്ള ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വി മോഡ് സൈ സ്ക്വയർ ഡി എക്സ്. പൊട്ടൻഷ്യൽ എനർജി വി എന്നുള്ളത് എന്താണ്? ഹാഫ് m ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. നമ്മൾ പറഞ്ഞു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഇതാണ്. ഇവിടെ അങ്ങനെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വി ഇസ് ഈക്വൽ ടു എന്ത് എന്ന് വരും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഹാഫ് m ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ m ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ എച്ച് കട്ട് ഓൾ റേസ് ടു 1/4 e raised to minus m omega x square by 2h cut dx എന്ന് വരും. ഇനി ഇതിൽ കോൺസ്റ്റൻ്റ് ഒക്കെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വി ഇസ് ഈക്വൽ ടു m ഒമേഗ സ്ക്വയർ ബൈ 2 m ഒമേഗ ബൈ pi h cut all raised to 1/2 integral minus infinity to infinity x square e raised to minus m omega x square by h cut dx. ഇനി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റീനെ നമുക്ക് എന്തെന്ന് എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, രണ്ടും ഈക്വലാണ്. സോ നമ്മുടെ ഇൻ്റഗ്രലിനെ നമ്മൾ അങ്ങനെ എഴുതി. പിന്നെ കുറച്ച് ടേംസൊക്കെ ഒരുമിച്ചാക്കി. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. അതായത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വി ഇസ് ഈക്വൽ ടു എന്ത് എന്ന് വരും? m റേസ് ടു 3/2. കാരണം അവിടെ ഒരു m ഉണ്ട്, m റേസ് ടു 1/2 ഉണ്ട്. അതിന് m റേസ് ടു 3/2 എന്ന് എഴുതി. ഒമേഗ സ്ക്വയർ ആൻഡ് ഒമേഗ റേസ് ടു 1/2നെ നമ്മൾ ഒമേഗ റേസ് ടു 5/2 എന്ന് എഴുതി. അപ്പോൾ എന്ത് വരും? ഒമേഗ റേസ് ടു 3/2 ഒമേഗ റേസ് ടു 5/2 ഡിവൈഡഡ് ബൈ 2 പൈ റേസ് ടു 1/2 h കട്ട് റേസ് ടു 1/2 ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് m ഒമേഗ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ h കട്ട് ഡി എക്സ്. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. പിന്നെ അതിൽ 2 ക്യാൻസൽ ചെയ്ത് പോകും. കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 2 വരുന്നുണ്ട്. നമ്മൾ ജനറൽ ഇൻ്റഗ്രലിൻ്റെ ഫോമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? m ഒമേഗ എക്സ് സ്ക്വയർ ബൈ എച്ച് കട്ടിന് ടി എന്നെടുത്തു. കാരണം അതിൽ ഇ റേസ് ടു മൈനസ് ടി ആണ് വരുന്നത്. സോ ഇവിടെ അങ്ങനെ എക്സ്പോണൻഷ്യലിൻ്റെ പവറിലുള്ള m ഒമേഗ എക്സ് സ്ക്വയർ ബൈ എച്ച് കട്ടിനെ നമ്മൾ
ടി എന്നെടുത്തു. ഇനി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? എം ഒമേഗ ബൈ എച്ച് കട്ട് 2x ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. അതായത് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? എച്ച് കട്ട് ഡിവൈഡഡ് ബൈ എം ഒമേഗ ഡി ടി ഡിവൈഡഡ് ബൈ 2x. അവിടെ ഇങ്ങനെ എക്സ് വരുന്നുണ്ട്. സോ നമ്മൾ ടി ഇസ് ഈക്വൽ ടു എഴുതിയില്ലേ, അവിടുന്ന് എക്സ് കാണാം. അവിടുന്ന് എക്സ് എന്ത് കിട്ടും? എച്ച് ടി ഡിവൈഡഡ് ബൈ എം ഒമേഗ ഓൾ റൈസ് ടു 1/2 ആണെന്ന് കിട്ടും. സോ ആ എക്സ് എന്ത് ചെയ്യുക? ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എന്ന് വരും? എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m ഒമേഗ ഇൻറ്റു എം ഒമേഗ ബൈ എച്ച് കട്ട് ടി ഓൾ റൈസ് ടു 1/2 ഇൻറ്റു ഡി ടി എന്ന് വരും. അതായത് 1/2 എച്ച് കട്ട് ബൈ എം ഒമേഗ ഓൾ റൈസ് ടു 1/2 ഡി ടി ഡിവൈഡഡ് ബൈ ടി റൈസ് ടു 1/2. ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്തതാണ്. ഇനി എന്ത് ചെയ്യുക? ഈ ടേംസൊക്കെ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എം ഒമേഗ എക്സ് സ്ക്വയർ ബൈ എച്ച് കട്ടിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് സ്ക്വയറിന് എച്ച് ടി ബൈ എം ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡി എക്സിന് ഈ ഒരു ടേമും ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? എക്സ്പെക്റ്റേഷൻ വാല്യൂ വി ഈസ് ഈക്വൽ ടു എം റൈസ് ടു 3/2 omega raised to 5/2 divided by pi raised to 1/2 h cut raised to 1/2 integral 0 to infinity h cut t divided by m omega into 1/2 h cut divided by m omega all raised to 1/2 e raised to minus t dt divided by t raised to 1/2. ഇനി അതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വി എന്തായിട്ട് മാറും? h cut omega divided by 2 pi raised to 1/2 integral 0 to infinity t raised to 1/2 e raised to minus t dt എന്ന് വരും. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to infinity t raised to 1/2 e raised to minus t dt എന്താണ്? റൂട്ട് π/2 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? h cut omega by 2 റൂട്ട് പൈ ഇൻറ്റു റൂട്ട് π/2. അപ്പോൾ റൂട്ട് പൈ ക്യാൻസൽ ചെയ്താൽ h cut omega by 4 എന്ന് വരും. അതായത് 1/4 h nu. h cut omega എന്താണ്? h nu തന്നെയാണ്. ഇനി അടുത്ത പ്രോബ്ലം ചെയ്യുക. അടുത്ത പ്രോബ്ലം എന്താണ്? അറ്റ് ദ ക്ലാസിക്കൽ ടേണിംഗ് പോയിൻറ്റ് പ്ലസ് ഓർ മൈനസ് എ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ k equal to 0 is equal to v. k 0 ആണെങ്കിൽ ടോട്ടൽ എനർജി is equal to പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. From this relationship show that a equal to h cut omega by k all raised to 1/2. അത് ഷോ ചെയ്യണം. For an oscillator in its ground state. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ടേണിംഗ് പോയിൻ്റ് ഇതാണെന്ന് ഷോ ചെയ്യണം. Find the turning points in the first and second excited state. പിന്നെ ഫസ്റ്റത്തെയും സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെയും ടേണിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കും വേണം. സോ ആദ്യം നമുക്കിത് ഷോ ചെയ്യാം. അതായത് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഇ ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് എച്ച് കട്ട് ഒമേഗയാണ്. അതെന്തിന് ഈക്വൽ ആയിരിക്കും? കെ പ്ലസ് വിക്ക് ഈക്വൽ ആയിരിക്കും. പിന്നെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് ടേണിംഗ് പോയിൻ്റ് കൈനറ്റിക് എനർജി 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ഹാഫ് എച്ച് കട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു വി. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി വി ഇസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ എന്ത് വരും? ഹാഫ് എച്ച് കട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ. ഹാഫ് എഫ് ക്യാൻസലായി പോയാൽ അവിടെ നിന്ന് എന്ത് കിട്ടും? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ ബൈ കെ. അതായത് ടേണിംഗ് പോയിൻറ്റ് എ ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് എച്ച് കട്ട് ഒമേഗ ബൈ കെ. തന്നെയാണ് പ്രോബ്ലത്തിലും തന്നിട്ടുള്ളത്. ഇനി ഇതിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെയും ടേണിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ടോട്ടൽ എനർജിയുടെ ഇക്വേഷനിൽ എന്നിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 3/2 എച്ച് കട്ട് ഒമേഗ. അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഹാഫ് കെ എ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. സോ അവിടെ നമുക്ക് എ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3 എച്ച് കട്ട് ഒമേഗ ബൈ കെ. സോ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ടേണിംഗ് പോയിൻ്റ് എന്താണ്? പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 3 എച്ച് കട്ട് ഒമേഗ ബൈ കെ ആണ്. ഇനി സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോൾ എൻ എത്രയാണ്? 2 ആണ്. സോ എൻ പ്ലസ് ഹാഫ് എച്ച് കട്ട് ഒമേഗയിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എൻ ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് വരും? 5/2 എച്ച് കട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ. അതായത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 എച്ച് കട്ട് ഒമേഗ ബൈ കെ. സോ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ടേണിംഗ് പോയിൻറ്റ് എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 5 എച്ച് കട്ട് ഒമേഗ ബൈ കെ എന്നായിരിക്കും. സോ ഇന്ന് നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷനും പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലെറ്റ് us wind up the class. Thank you.